സേഫ്റ്റിയുടെ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ട്രിപ്പ് കളക്ഷൻ ട്രേ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇറ്റ് വീഴുന്നത് ഇതിൽ കളക്ട് ചെയ്യും. അല്ലാതെ വരുമ്പോൾ എന്ത് പറ്റും, ഇതിവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയും ചെയ്യും. ഇവർ ഇതിൽ ഈ കോണിയിൽ അരിഞ്ഞെടുക്കുന്ന ചിക്കൻ ഇവിടെ വിട്ട് തന്നെ വീണ്ടും റെഡിയാക്കുമ്പോഴത്തേക്ക് വീണ്ടും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞൊക്കെ റെഡിയാക്കുന്നില്ലേ, സെക്കൻഡറി കുക്കിംഗ് എന്ന് പറയും. ആ സെക്കൻഡറി കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുമായിട്ട് ചേർന്നിട്ട് കുറേ സമയം കഴിയുമ്പോൾ ഇത് കണ്ടാമിനേഷൻ ആവുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, പോയിസണിങ് അതുപോലെ അസുഖങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ട്രിപ്പ് കളക്ഷൻ ഡേ എന്ന് പറയുന്നത്. ഇത് മാൻഡേറ്ററി ആണ്, പക്ഷേ ഇത് നമ്മൾ കാണാറില്ല. അപ്പം ഇത് നമ്മൾ ഫുഡ് സേഫ്റ്റിയുടെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, അത് ചിലർ പാലിക്കുന്നുണ്ട്. ഫുഡ് സേഫ്റ്റിയുടെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള കടകളുണ്ട്, അവിടെ നിന്ന് മേടിക്കാവും. പിന്നെ ഈ 3 സൈഡും കവേർഡ് ആയിരിക്കണം. എങ്ങനെ അറിയാം അവർ ഫുഡ് സേഫ്റ്റി പാലിക്കുന്നുണ്ടെന്ന്? നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. ഫുഡ് സേഫ്റ്റിയുടെ ഒരു ലൈസൻസ് അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്തിരിക്കും, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫുഡ് സേഫ്റ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാനായിട്ട് അവർ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തുമ്പോഴത്തേക്ക് ഫൈനും കാര്യങ്ങളൊക്കെ ഇമ്പോസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ കോണിയിൽ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ഇറച്ചി ചിക്കൻ ആണെങ്കിൽ 15 മിനിറ്റ് സെക്കൻഡറി കുക്കിംഗ് ഉണ്ട്. ഈ ടേബിളിൽ ഇട്ടിട്ട് 15 മിനിറ്റ് കുക്കിംഗ് ഉണ്ട്. ഇത് ബീഫ് ആണെങ്കിൽ 30 മിനിറ്റ് കുക്കിംഗ് ഉണ്ട്, അത് സെക്കൻഡറി കുക്കിംഗ്. പിന്നെ ഇത് മുട്ട ഉപയോഗിച്ചുള്ള എഗ് ഉപയോഗിച്ചുള്ള മയണൈസ് ഉപയോഗിക്കാൻ പാടില്ല, വെജിറ്റബിൾ മയണൈസ് മാത്രം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ള കണ്ടീഷൻസ്. പിന്നെ ഇത് നമ്മുടെ ഈ സാധനം തന്നെ ഇത് പാർസലിൽ അവർ ടൈം കാണിച്ചിരിക്കും. മയണൈസ് തന്നെ ഉണ്ടാക്കിയിട്ട് 2 മണിക്കൂറിനകത്ത് ഉപയോഗിച്ച് തീർക്കണമെന്ന്, ഇല്ലെങ്കിൽ അവർ ഡിസ്പോസ് ചെയ്യണം, പുതിയ മയണൈസ് ഉണ്ടാക്കി തരണം. അപ്പോൾ ഈ കണ്ടീഷൻസൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുക. നമ്മൾ വല്ലപ്പോഴും ഇത് മേടിക്കാനായിട്ട് പോകുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇതെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കുന്ന